ദന്തസംരക്ഷണം നൂതന ചികിത്സാ മാർഗ്ഗങ്ങൾ എന്ന വിഷയവുമായിട്ടുള്ള മെഡിറ്റോ കണ്ടിന്യൂ ചെയ്യുന്നു. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ലേസേഴ്സ് എന്ന മെഡിസിൻ ഫീൽഡിൽ വളരെയധികം വ്യാപകമായ പുതിയ ഒരുപാട് കണ്ടെത്തങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. അപ്പോൾ ഡെന്റിസ്ട്രിയിൽ എങ്ങനെയാണ് ലേസേഴ്സ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ലേസർ കേട്ടിട്ടുള്ള കണ്ണിനെല്ലാം കൂടുതലായിട്ട് നമ്മൾ കേട്ട് വളരെ കോമൺ ആയിട്ട് നമുക്ക് അറിയാം. ഡെന്റിസ്ട്രിയിലെ ലേസറും കോമൺലി ഇപ്പം യൂസ് ചെയ്ത് തുടങ്ങി. ഒരു കഴിഞ്ഞ ഒരു 8 കൊല്ലമായിട്ട് ഡെന്റിസ്ട്രി ലേസറിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ്. അത് ലേസർ വന്നേ പിന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കുറേയും കൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയി. കാരണം വെച്ചാൽ കുറേയും കൂടെ പേഷ്യൻസിന് കംഫർട്ടബിൾ ആണ്, ഡെന്റിസ്റ്റിനും കുറേയും കൂടെ എളുപ്പം ട്രീറ്റ്മെൻറ്റ് ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏതെല്ലാം കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് പല്ല് ടൂത്ത് വൈറ്റനിങ് എന്ന് പറയുന്നത്. നേരത്തെ ഒരു പ്രേഷൻ നമ്മൾ വിളിച്ചു ഡിസ്കളറേഷൻ ആണ്, സ്മോക്കിംഗ് ഇതാണ്. അപ്പോൾ ആ ഒരു പല്ല് നമുക്ക് വെളുപ്പിക്കണമെന്നുണ്ടെങ്കിൽ ലേസർ വഴി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മോണോരോഗത്തിന് ലേസർ ഉപയോഗിക്കാം. പണ്ട് മോണോരോഗത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സർജറിയാണ്. പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് ലേസർ കഴിഞ്ഞാൽ സർജറി മാക്സിമം അവോയ്ഡ് ചെയ്ത് നമുക്ക് ട്രീറ്റ്മെൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല്ലിന് ഈ ഇൻഫെക്റ്റഡ് ടൂത്ത് എല്ലാം ഒരുപാടുണ്ട്. അതിനെ സ്റ്റെറിലൈസേഷൻ ചെയ്യാനായിട്ടും അപ്പോൾ ഇൻഫെക്ഷൻ കുറയ്ക്കാനും നമുക്ക് ലേസർ വഴി ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ സർജിക്കൽ പ്രൊസീജിയർ, സർജറി ഇല്ലാതെ തന്നെ ലേസർ വഴി നമുക്ക് മാറ്റാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിപ്പോൾ ലേസർ വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു കോളർ ഉണ്ട്. ഹലോ, മെഡിറ്റോക്കിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടറോട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചാണ്. ആരാണ് വിളിക്കുന്നത്? പാലക്കാട് നിന്നാണ്, മുഹമ്മദ് കുട്ടി എന്ന പേര്. ഓക്കെ മുഹമ്മദ്, സംസാരിച്ചോളൂ. ഞാൻ പല്ലില് കമ്പി ഇട്ടിട്ടുണ്ട്. എന്റെ പല്ല് പൊങ്ങിയിട്ടായിരുന്നു. അപ്പൊ കമ്പി ഇട്ടിട്ട് ഇപ്പൊ കമ്പി മാറ്റുകയൊക്കെ ചെയ്തു. പക്ഷെ പല്ലിപ്പോ ഗ്യാപ്പ് വന്നിരിക്കുകയാണ്. അല്ല മുഹമ്മദ്, ഫിക്സ്ഡ് രീതിയിലല്ലേ കമ്പി ഇട്ടിരുന്നത്? ഒട്ടിച്ച രീതിയിലല്ലേ കമ്പി ഇട്ടിരുന്നത്? അതെ അതെ. എത്ര നാൾ ഇട്ടിരുന്നു? 1 വർഷം ഇട്ടിരുന്നു. 1 വർഷം. അത് കഴിഞ്ഞിട്ട് ഒറ്റ കമ്പി ഇട്ടായിരുന്നോ? ഒറ്റ കമ്പി അത് കഴിഞ്ഞ 1 വർഷം ഇട്ടിരുന്നു. ഇട്ട് കഴിഞ്ഞോ? ഇപ്പൊ എടുത്തു മാറ്റി വെക്കുവാണോ? അത് എടുത്തു മാറ്റി. കാരണം ഇപ്പൊ 1 കൊല്ലം കറക്റ്റ് ആയിട്ട് ഇടാറുണ്ടായിരുന്നോ? കറക്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ പൊങ്ങുന്നുണ്ടോ? അപ്പൊ പല്ല് പറഞ്ഞ താഴത്തെ പല്ലും കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ താഴത്തെ പല്ല് ഗ്യാപ്പ് വരികയാണ്. അപ്പം മുഹമ്മദ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡോക്ടറെ ഒന്നും കൂടെ കാണിക്കുക. കാരണം ഈ ബ്രേസസിലെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലാപ്സ് എന്ന് പറയും. നമ്മൾ ഈ ഫിക്സഡ് ആയിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒറ്റ കമ്പി ഇടുന്നത്. അപ്പൊ അങ്ങനെ ഒറ്റ കമ്പി ഇട്ടിട്ട് അത് തിരിച്ചു വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഒറ്റ കമ്പി ഇട്ട് ആ സ്പേസ് കുറച്ചതിന് ശേഷം ഫിക്സഡ് ആയിട്ട് റീറ്റെയിനർ ഇടുക. നേരത്തെ നമ്മളൊരു പേഷ്യൻ്റ് സംസാരിച്ചപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞായിരുന്നു. ഫിക്സ്ഡ് ആയിട്ട് റീറ്റെയിനർ വീണ്ടും ഒരു 1-2 കൊല്ലം ഇടുക. കാരണം ഫിക്സ്ഡ് റീറ്റെയിനറിന്റെ ഒരു അഡ്വാൻറ്റേജ് ഇത് അകത്താണ് ഒട്ടിക്കുന്നത്, വെളിയിൽ കാണാനും പറ്റത്തില്ല. അപ്പം പല്ലിന് മൂവ്മെന്റ് വരുന്നതും കുറയും, നമുക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടും മാറിക്കിട്ടും. അപ്പൊ പക്ഷേ ഡോക്ടറെ കാണിച്ചതിന് ശേഷം ആ സ്പേസ് കുറഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഫിക്സഡ് റീറ്റെയിനർ എന്ന് പറഞ്ഞ കാര്യം ഇടാൻ പറ്റുള്ളൂ. കാരണം ഈ ബ്രേസസിൽ തന്നെ പല ടെക്നോളജി ഉണ്ട്, ബെക്സ്, സ്ട്രൈറ്റ് വെയർ എന്നെല്ലാം പറഞ്ഞ്. അപ്പൊ ഈ ബെക്സിനെല്ലാം ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിരിച്ചു വരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തായാലും ഓർത്തോഡോണ്ടിസ്റ്റിനെ ഒന്ന് കാണിക്കുക. ഓർത്തോഡോണ്ടിസ്റ്റിനെ കാണിച്ചിട്ട് സ്പേസ് കുറച്ചതിന് ശേഷം ഫിക്സഡ് റീറ്റെയിനർ 1-2 കൊല്ലത്തേക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാനായിട്ട് നോക്കുക. അല്ല, അത് സിംഗിൾ കമ്പി 1 വർഷം ഇട്ടാൽ മതി പറഞ്ഞേ. യൂഷ്വലി സിംഗിൾ കമ്പി 1 കൊല്ലം ഫുൾ ടൈം ഇടയ്ക്ക് മാറ്റി വെക്കുക. അങ്ങനെ ചെയ്യുകയാണ് റിലാപ്സിനുള്ള ചാൻസ് വളരെ കൂടുതൽ. റിലാപ്സ് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുന്നതിനാണ് റിലാപ്സ് എന്ന് പറയുന്നത്. അത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരുപാട് പേരുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിംഗിൾ കമ്പി എടുക്കുമ്പോൾ അവർ ഫുൾ ടൈം വെയർ ചെയ്യാറില്ല, എടുത്ത് മാറ്റി വെക്കും, 3 മണിക്കൂർ വെക്കും, ഇല്ല രാത്രി വെക്കും. അങ്ങനെയുള്ളവർക്കാണ് ഇത് തിരിച്ചു വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ മുഹമ്മദ് ഫുൾ ടൈം ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡോക്ടറെ കാണിക്കണം. ഡോക്ടറെ കാണിച്ചിട്ട് ആ സ്പേസ് ഒന്നും കൂടെ ആ ഒറ്റ കമ്പിയിൽ തന്നെ ചെയ്യാൻ പറ്റും. ചെറിയ സ്പേസ് ആണെങ്കിൽ അത് ചെയ്തതിന് ശേഷം ഫിക്സഡ് റീറ്റെയിനർ തീർച്ചയായിട്ടും ഇട്ടിരിക്കുന്നതാണ്. ഇല്ലെങ്കിൽ ഇത് തിരിച്ച് ഇനിയും വരാനുള്ള ചാൻസ് കൂടുതലാണ്. പല്ലുകൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മൾ എന്തിനാണ് ഈ ട്രീറ്റ്മെന്റ് ചെയ്തത്? തള്ളല് മാറ്റാനും ഗ്യാപ്പ് കുറയ്ക്കാനല്ലേ നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്തത്. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് കിട്ടണ്ടേ മുഹമ്മദിന്? അപ്പൊ അതിനുവേണ്ടി വീണ്ടും അതൊന്ന് ഡോക്ടറെ കാണിക്കൂ. ഓക്കെ, വിളിച്ചത് വളരെയധികം സന്തോഷം മുഹമ്മദ്. അപ്പോൾ ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ലേസേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഡോക്ടർ പറഞ്ഞു വ്യാപകമായി സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ലേസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും ഒരു കോസ്റ്റ്? സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ നോർമൽ പ്രൊസീജിയറും ലേസർ പ്രൊസീജിയറും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ട്? ഇത് കോസ്റ്റിനെ കാട്ടി നമ്മളൊരു കാര്യം നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റെ കംഫർട്ട്. ഇപ്പം സർജറി എന്ന് പറയുമ്പോൾ അതൊരു ഇപ്പം പേഷ്യൻ്റ് ദിവസം ഒരുപാട് ദിവസം റെസ്റ്റ് എടുക്കണം. പിന്നെ ലേസർ ചെയ്യുമ്പോൾ ബ്ലഡ്ലെസ് ആണ്, ബ്ലഡ് പോലും വരത്തില്ല.
അപ്പം ഇതെല്ലാം പേഷ്യന് ഒരുപാട് ബെനിഫിറ്റ് ആണ്. അപ്പോൾ കോസ്റ്റ് നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു 30% to 40% മറ്റുള്ള പ്രൊസീജിയറിനെക്കാട്ടി കൂടുതലായിരിക്കും. എന്നാലും പേഷ്യന് കിട്ടുന്ന ബെനിഫിറ്റ് അതിലും ഉപരിയായിരിക്കും. ഓക്കെ ഡോക്ടർ, അതുപോലെ ഇപ്പം ബ്രേസസിന്റെ കേസ് പറഞ്ഞല്ലോ. ഇപ്പം ബ്രേസസിൽ ഇപ്പം ഡോക്ടർ സൂചിപ്പിക്കേണ്ട ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്രേസസ് ഉണ്ട്. അപ്പോൾ അതിന്റെ ഒന്ന് പോസിറ്റീവ്സ് നെഗറ്റീവ്സ്. അതെ, അപ്പം നമ്മൾ ഈ ബ്രേസസ് ഇടണമെന്നുണ്ടെങ്കിലും തന്നെ പല ടെക്നോളജി ഉണ്ട്. ഇപ്പം ബ്രേസസ് എന്ന് പറഞ്ഞാൽ എല്ലാം കാണാനായിട്ട് ഒരേപോലെ തന്നെ ഇരിക്കും. ഒട്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം കാണാം. പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബെക്സ് എന്ന് പറയും ബെക്സ് ടെക്നിക്. അതാണ് ഒരു 40 കൊല്ലമായിട്ട് ഡെന്റിസ്ട്രിയിൽ ഉണ്ടായിരുന്നത്. ഇപ്പം അത് മാറി സ്ട്രെയിറ്റ് വെയർ എന്ന് പറയും, സ്ട്രെയിറ്റ് വെയർ ടെക്നിക്. അത് കഴിഞ്ഞ് ഇപ്പം വരണം സെൽഫ് ലിഗേറ്റിംഗ് എന്ന് പറയും. ഇപ്പം പല ടെക്നോളജി വരുവാണ്. അപ്പം ഈ ബെക്സിൻ്റെ എല്ലാം ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിയുമ്പോൾ തിരിച്ചു വരാനുള്ള ചാൻസ് ഫിക്സ് ചെയ്യുന്ന പ്രൊസീജിയർ ആണോ? അതല്ല, ഇത് മൂവ്മെന്റ്സ് വരും, പല്ലിൻ്റെ മൂവ്മെന്റ്സ്, ടിപ്പിംഗ് ടിൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ മൂവ്മെന്റ്. ഈ ബെക്സിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ആദ്യം ഒരു മൂവ്മെന്റ് ചെയ്തും പിന്നെ അകത്തോട്ട് ഒരു മൂവ്മെന്റ്, ഇങ്ങനെ ടെക്നിക്സിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഈ ബെക്സിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് ഇട്ടാലും കുറേ നാൾ കഴിയുമ്പോൾ തിരിച്ചു വരും. ഇപ്പം ഈ പ്രേക്ഷകൻ പറഞ്ഞ പോലെ ഒറ്റ കമ്പി ഞാൻ ഒരു കൊല്ലം ഫുൾ ടൈം ഇട്ടിട്ട് ഇത് തിരിച്ചു വരുന്നു എന്നുള്ളത് പറയുമ്പോൾ ആ ടെക്നോളജിയുടെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഡെന്റിസ്റ്റിൻ്റെ അല്ല, ടെക്നോളജിയിലുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും ഒരാൾ ബ്രേസസ് ഇടാൻ നേരത്ത് സെൽഫ് ലിഗേറ്റിങ്ങോ ഒരു സ്ട്രെയിറ്റ് വേ ടെക്നോളജി, ഡോക്ടറുടെ ഓർത്തഡോണ്ടിസ്റ്റ്, ഡെന്റലിൻ്റെ ഒരു സ്പെഷ്യലൈസേഷൻ ആണ് ഓർത്തഡോണ്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ. അത് ബ്രേസസിന് തന്നെ സ്പെഷ്യലൈസേഷൻ, അവരത് മാത്രമാണ് ചെയ്യുന്നത്. അവരോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെല്ലാം ടെക്നിക്സ് അവൈലബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും പറഞ്ഞു തരും. എന്നിട്ട് ഏറ്റവും നല്ല ടെക്നിക്ക് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ ഡോക്ടർ, അതുപോലെ ഇപ്പം പല്ല് തന്നെ നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് പല്ല് വയ്ക്കുന്ന രീതിയുണ്ട്. അപ്പോൾ അത് ഇന്ന് വളരെ വ്യാപകമാണ്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഈ പല്ല് ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് മാക്സിമം നമ്മൾ പല്ലെടുത്തത് കളയാതെ ഇരിക്കാനാണ് നോക്കണം. യൂഷ്വലി നമ്മൾ റൂട്ട് കനാൽ എന്നെല്ലാം പറഞ്ഞ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് സേവ് ചെയ്യാൻ നോക്കും. പക്ഷേ ഒരു പക്ഷേ നമ്മൾ പല്ലെടുത്ത് കളയേണ്ടി വന്നാൽ എന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഈ റൂട്ട് കനാലും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ വേണം നോക്കാൻ. അത് പല രീതിയിലുണ്ട്. ഒന്ന്, ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇംപ്ലാന്റ് എന്ന് പറയും. ഇംപ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ടൈറ്റാനിയം സ്ക്രൂ എല്ലിൻ്റെ അകത്ത് വെച്ചതിന് ശേഷം ഒരു 3-4 മാസം ചെയ്തതിന് ശേഷം ക്യാപ്പ് ചെയ്യും. അതാണ് ലേറ്റസ്റ്റ് ടെക്നോളജി ഈ ഇംപ്ലാന്റ് എന്ന് പറയുന്നത്. വെച്ചാൽ നമ്മൾ അടുത്ത ഒറിജിനൽ ടീത്ത് പോലെ തന്നെ ഇരിക്കും. ഇംപ്ലാന്റ് എന്ന് പറയുന്ന ഒരു ടൈറ്റാനിയം സ്ക്രൂ ആണ്. സ്ക്രൂ പല്ലില്ലാത്ത പോർഷനിലോട്ട് എല്ലിൻ്റെ അകത്തോട്ട് വെച്ചതിന് ശേഷം അത് എല്ലുമായിട്ട് യോജിക്കണം. അതിനാണ് 3-4 മാസം എടുക്കുന്നത്. അതിനുശേഷം മുകളിൽ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ക്രൗൺ എന്ന് പറഞ്ഞ സാധനം ഇടും. പിന്നെ ഉള്ളത് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഡെന്റിസ്ട്രിയിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രിഡ്ജ് എന്ന് പറയും. ബ്രിഡ്ജ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഒരു പല്ലില്ലെങ്കിൽ അടുത്ത 2 പല്ലിനെ റിഡക്ഷൻ ചെയ്യും, കുറച്ചിട്ട് ഇത് 3ഉം കൂടെ കണക്ട് ചെയ്ത് വരും. പാലം, ബ്രിഡ്ജ് എന്ന് പറയുന്ന പാലം എന്നാണ് പറയുന്നത്. അതേപോലെ ഇപ്പം നടുക്ക് പല്ലില്ലെങ്കിൽ ഈ 2 പല്ലിനെ റെഡ്യൂസ് ചെയ്ത് കണക്ട് ചെയ്ത് വരും. പക്ഷേ ബ്രിഡ്ജിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പല്ലില്ലെങ്കിലും അടുത്ത പല്ലിനെ ഇത് കുറയ്ക്കേണ്ടി വരും, റിഡക്ഷൻ ചെയ്തിട്ട്. അപ്പം നമുക്കൊരു കൺസർവേറ്റീവ് അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ള നല്ല പല്ലിനെ തന്നെ നമ്മൾ കുറച്ചിട്ടാണ് ഇത് ചെയ്യണത്. അങ്ങനെ നമുക്ക് ടെക്നോളജി ഉള്ളത്, നമ്മൾ മനഃപൂർവ്വം അല്ല അത് കുറയ്ക്കുന്നത്. പക്ഷേ ഒരു 40 കൊല്ലമായിട്ട് ഡെന്റിസ്ട്രിയിലുള്ളതെന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ബ്രിഡ്ജ് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ബ്രിഡ്ജ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോഴാണ് ഇംപ്ലാന്റ്. പക്ഷേ ഇംപ്ലാന്റ് ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അതിൻ്റെ കോസ്റ്റാണ്. എക്സ്പെൻസീവ് ആണ് ഇംപ്ലാന്റ് നമുക്ക് ചെയ്യാനായിട്ട്. പണ്ടത്തെക്കാട്ടി ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്, എന്നാലും കോസ്റ്റ് ഫാക്ടറാണ്. പക്ഷേ എപ്പോഴും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇംപ്ലാന്റ് തന്നെയാണ് ഏറ്റവും നല്ലത്, പേഷ്യന്റ് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ. ഈ അല്ലാണ്ട് ഈ എന്താ പറയുക പെർമനന്റ് അല്ലാത്ത ടീത്ത് വയ്ക്കുന്ന പ്രവണത ഇപ്പോഴും ഉണ്ടല്ലോ? ഉണ്ട്, പ്രവണത എന്ന് പറയാൻ പറ്റത്തില്ല. ഇതിൻ്റെ എല്ലാം വരുന്ന ചിലവർക്ക് ഈ കോസ്റ്റ് എമൗണ്ടിൻ്റെ കാര്യം ഇപ്പം ഫിക്സ്ഡ് ആയിട്ട് വെക്കണതെല്ലാം കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്കാണ് നമ്മൾ ഈ എടുത്തു മാറ്റാവുന്ന രീതിയിലുള്ള പല്ല് വയ്ക്കാനായിട്ട് പറയുന്നത്. പക്ഷേ ചില കേസുകളിൽ നമുക്കിപ്പം ഒരാൾക്ക് ഫിക്സ്ഡ് ആയിട്ട് വേണമെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനും ഉണ്ട്. അത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇംപ്ലാന്റ് ചെയ്യണമെന്ന് വെച്ചാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ, നല്ല എല്ലായിരിക്കണം ഈ ഇംപ്ലാന്റ് വെക്കാനായിട്ട്, നല്ല എല്ല് വേണം. ഈ മോണരോഗം അങ്ങനെ ഒരുപാട് ഇല്ലാത്തവർക്കായിരിക്കണം. ഇതെല്ലാം ഈ ഇപ്പം ഷുഗർ ഉള്ളവർക്കാണെങ്കിൽ മോണരോഗം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഷുഗർ കൺട്രോൾ ആണവർക്ക് നമുക്ക് ഇംപ്ലാന്റ് വെക്കണതിന് പക്ഷേ അൺകൺട്രോളബിൾ എന്ന് പറയുന്നത് വെച്ചാൽ ഇപ്പം ഫുഡ് കഴിച്ചതിന് 300-400 റീഡിംഗ് ഉള്ളവർക്കൊന്നും നമ്മൾ ഇംപ്ലാന്റ് സജസ്റ്റ് ചെയ്യത്തില്ല. പിന്നെ മോണരോഗം കൂടുതലുള്ളവർക്ക് ഇപ്പോൾ ബ്രിഡ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത പല്ലിന് അധികം